ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ തായ്ലൻഡിലെ ഇത് സെക്കൻഡ് ഡേ ഇത് സ്റ്റാർട്ടായി കേട്ടോ. മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല അടിച്ച് പൊളിച്ച് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല എനിക്കിഷ്ടമായത് ഒരു ലെമൺ റൈസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് സാലഡ്, പിന്നെ കാര്യമായിട്ട് എന്താ ഇഡ്ഡലിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇഡ്ഡലി എടുത്തിട്ടില്ല. പിന്നെ സാലഡൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് ഞങ്ങൾ 3 സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് പോകുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ഓക്കെ. സെക്കൻഡ് പോകുന്നത് ടൈഗർ സ്കോപ്പിയ. നെക്സ്റ്റ് തേർഡ് പോകുന്നത് സീ അണ്ടർഗ്രൗണ്ട്, ഓക്കെ. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലായിരുന്നു ഫസ്റ്റ് പോയത്. അവിടെ നല്ല പുരാതനമായിട്ടുള്ള പല സാധനങ്ങളും കാണാം കേട്ടോ. പിന്നെ നമുക്ക് അവിടെ നല്ല അടിപൊളി ഫുഡ് ഏരിയയും കൂടിയായിരുന്നു. അവിടെ നമ്മളെ ബുദ്ധ ഭഗവാനൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധ ഭഗവാനെയൊക്കെ ഒന്ന് തൊഴുതു. എന്നിട്ട് ഫസ്റ്റ് ബോട്ടിങ്ങിനായിരുന്നു പോയത് കേട്ടോ. അവിടെ ബോട്ടിങ്ങും ഉണ്ടായിരുന്നു, പിന്നെ തോണിയും ഉണ്ടായിരുന്നേ. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതിലാന്ന് വിചാരിച്ചാൽ കയറാം. നമ്മൾ തോണിയിലാണ് തുഴഞ്ഞു പോകുന്ന നല്ല തോണിയിലായിരുന്നു കയറിയത്. പിന്നെ ആ വെള്ളത്തിലൂടെയുള്ള യാത്രയായിരുന്നു. അത് ഒരു സുഖസുന്ദരമായ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഇന്നെനിക്ക് പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും ഇത് തന്നെയായിരുന്നു. നമുക്ക് ചുറ്റും നമ്മളെപ്പോലെ ഒരുപാട് വിദേശികളും അതുപോലെ സ്വദേശികളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളോടൊക്കെ ഹായ്. അവർ തായ്ലാൻഡ് ഭാഷയിൽ തന്നെ പലതും ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ തോണിക്കാരനെ ഇംഗ്ലീഷ് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ അറിയുന്നത് കൊണ്ട് ആൾ കൺവേർട്ട് ചെയ്ത് പറയുന്നുണ്ട്. യു ആർ ഗുഡ് ഫാമിലി അങ്ങനെയാണ് പറഞ്ഞത്, ക്യൂട്ട് ഫാമിലി അങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ പിന്നെ സൈഡിൽ നിന്ന് കുറച്ച് ക്യാമറമാൻസ് ഞങ്ങളോട് ഹായ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഈ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത് ഇറങ്ങുമ്പോൾ തന്നെ അവർ ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളുടെ ഫോട്ടോ എന്തായാലും ഞങ്ങൾ പോലും മൊബൈലിലോ അല്ലെങ്കിൽ ക്യാമറയിലോ എടുത്താൽ കിട്ടില്ല. അതിമനോഹരമായിട്ട് അവർ നല്ല ഫോട്ടോസുകളൊക്കെ അതും ഫ്രെയിം ചെയ്തിട്ടാണ് കൊണ്ടുതരുന്നത്. വാങ്ങാതിരിക്കാൻ ഒരു രക്ഷയില്ല. അത്രയും നല്ല ഫോട്ടോസ് ആയതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നല്ല ഡ്രസ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രസ് കളക്ഷൻസ് അവർ തായ്ലാൻഡിലെ അവർ തന്നെ കൈകൊണ്ട് നെയ്തിട്ടുണ്ടാക്കുന്നതാണെന്നൊക്കെയാണ് ഈ ഡ്രസ്സുകളെ കുറിച്ചിട്ട് പറഞ്ഞത്, ഓക്കെ. പിന്നെ ഡ്രസ് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഫുഡ് ഏരിയ എന്ന് വെച്ചാൽ നല്ല ക്രോക്കഡൈല്, പിന്നെ അതുപോലെ വണ്ട്, തേള് അതുപോലെയുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊന്നും കഴിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഇളനീരാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആ ടൈമിന്, ഓക്കെ. പിന്നെ നല്ല തായ്ലാൻഡ് ചക്ക ഉണ്ടായിരുന്നു. പിന്നെ മാംഗോ നല്ല അടിപൊളി. ഇവിടുത്തെ മാംഗോ നമ്മുടെ നാട്ടിലുള്ള പോലെ ചെറിയ പേരയ്ക്കോ അല്ലെ ചെറിയ മാങ്ങയൊന്നല്ല കേട്ടോ. ഇവിടെ ഭയങ്കര വലുപ്പമുള്ള പേരയ്ക്കയും മാങ്ങയും ഒക്കെയാണ് കാണാവുന്നത്. ഏകദേശം ഒരു തേങ്ങേൻ്റെ വലുപ്പം ഉണ്ടാവും. തേങ്ങേൻ്റെ വലുപ്പമല്ല, മാങ്ങയ്ക്ക് തേങ്ങേൻ്റെ അത്ര നീളം ഉണ്ടാവും. അങ്ങനെയുള്ള നീളത്തിലുള്ള മാങ്ങകളാണ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. ചക്ക ചെറുതാണ് കേട്ടോ. പക്ഷേ അതൊക്കെ ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റുള്ള ചക്ക ഇവിടുന്ന് തന്നെ ടേസ്റ്റ് ചെയ്യണം. നമ്മുടെ ചക്ക പോലെയല്ല ഇത് കുറച്ചുകൂടി നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഇതുപോലെ ബോട്ടിൽ അവരുടേതായ തനത് ശൈലിയിൽ നല്ല നൃത്യങ്ങൾ ബോട്ടിൽ പോകുന്നത് കണ്ടത്. അപ്പോൾ കുറച്ച് സമയം അത് നോക്കി നിന്ന് എൻജോയ് ചെയ്തു. അതൊക്കെ അവരൊക്കെ അതിമനോഹരമായ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ രീതിയിൽ ഫോട്ടോ സെക്ഷനും ഒക്കെ നടത്തി ഞങ്ങൾ 3 ആളും കൂടി നിന്നിട്ടുള്ള ഫോട്ടോസ് എടുത്തു. ഒറ്റയ്ക്കൊക്കെ വേറെയൊക്കെ എടുത്തു. അങ്ങനെ ആ ഫ്ലോട്ടിംഗ് സിറ്റിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത ലൊക്കേഷനിലെ വിശേഷങ്ങളുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.